ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴം, പാല്, കപ്പലണ്ടി, മുട്ടായി ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും റോബസ്റ്റ പഴം, പാളയംകോടൻ പഴം, ഇതൊക്കെയാണ് ഈ ഒരു ഡ്രിങ്കിന് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടുന്നത് കപ്പലണ്ടി മിഠായിയാണ്. ഞാനിവിടെ ഇതുപോലത്തെ 3 സ്ക്വയർ ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കപ്പലണ്ടി മിഠായിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പലണ്ടി മിഠായി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നടുവേ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒത്തിരി അടിച്ച് ഇങ്ങനെ പൗഡർ പോലെ ആക്കി എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു കണക്കിന് നമുക്ക് കുറച്ച് ഇങ്ങനെയൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് ഇതിനകത്ത്. അപ്പം ഈ ഒരു രീതിക്ക് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. ചെറുപഴം, റോബസ്റ്റ പഴം, അങ്ങനെയൊക്കെ. പിന്നെ വേണ്ടുന്നത് പഞ്ചസാര മധുരത്തിന് ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കാരണം കപ്പലണ്ടി മിഠായിക്ക് അകത്ത് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. പിന്നെ ഞാനിവിടെ 1.5 ഗ്ലാസ് പാലെന്ന് പറയുന്നത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ചേർക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി. അത് ഏത് കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ കാപ്പിപ്പൊടിയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ, പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ കാപ്പിപ്പൊടിയാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി കാപ്പിപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും കാപ്പിപ്പൊടി തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇനി ചെയ്യാനുള്ളത് നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒത്തിരി അടിച്ചെടുത്തിട്ടില്ല. കാരണം ഇതിനകത്ത് പഴമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നമുക്കിത് കുടിക്കാനും കഴിക്കാനൊക്കെ ഒരുപോലെ പറ്റുന്ന രീതിയിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് വേണ്ട, എന്താ പറയുക, നല്ല വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഡ്രിങ്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് അല്പം നമ്മൾ നേരത്തെ പൊടിച്ച കപ്പലണ്ടി മിഠായിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിൻ്റെ മേലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.